എന്റെ കുഞ്ഞെ, ഇന്നിത് നിങ്ങൾ കാണുന്നത് യാദൃശ്ചികമല്ല. ഇന്ന് ഈ സമയത്ത് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലെത്തിയത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. നിങ്ങൾ പല ദിവസങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ചുവെച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആരോടും തുറന്നു പറയാതെ രാത്രി ഉറങ്ങാൻ മുൻപ് കണ്ണടച്ചു പറഞ്ഞ ഒരാഗ്രഹം. ചിലപ്പോൾ കരഞ്ഞുകൊണ്ടു പറഞ്ഞത്, ചിലപ്പോൾ പ്രതീക്ഷയില്ലാതെ പറഞ്ഞത്, ചിലപ്പോൾ ഇത് നടക്കില്ല എന്ന് കരുതിയിട്ടും വീണ്ടും വീണ്ടും പറഞ്ഞത്. ആ പ്രാർത്ഥനയുടെ മറുപടി അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഏറെ നാളായി ഒരു വാർത്ത കാത്തിരിക്കുന്നു. ആ വാർത്ത വന്നാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. വീട്ടിലൊരു പ്രശ്നം തീരും. ഒരാളുടെ ജീവിതം മാറും. നിങ്ങളുടെ ചിന്തകൾ കുറയും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഈ ഭാരമുള്ള അവസ്ഥ പൂർണ്ണമായി മാറും. കുഞ്ഞെ, നിന്റെ ഓരോ കണ്ണുനീരും ഞാൻ കണ്ടിട്ടുണ്ട്. നീ ആരോടും പറയാതെ വേദന സഹിച്ച രാത്രികൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിനക്ക് തോന്നിയത് നീ ഒറ്റയ്ക്കാണെന്ന്. പക്ഷേ നീ ഒരിക്കലും ഒറ്റയായിരുന്നില്ല. ഞാൻ നിന്റെ അടുത്തുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ എന്തൊക്കെയോ ശരിയായി നടന്നില്ല. നിങ്ങൾ ശ്രമിച്ച കാര്യങ്ങൾ വൈകി. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ മാറി. സഹായം പ്രതീക്ഷിച്ചവർ പിന്നോട്ടുപോയി. ചില വാതിലുകൾ തുറക്കുമെന്ന് കരുതിയപ്പോൾ അടഞ്ഞു. നിങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടെല്ലാം വൈകുന്നു? പക്ഷേ ചില താമസങ്ങൾ ശിക്ഷയല്ല, അത് ഒരുക്കമാണ്. വലിയ അനുഗ്രഹത്തിനു മുൻപുള്ള നിശബ്ദം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വൈകിപ്പ് വലിയ മാറ്റത്തിനു മുൻപുള്ള സമയം മാത്രമാണ്. നീ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കരയരുത്. ഞാൻ നിനക്കായി അതിനേക്കാൾ നല്ലത് സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയുണ്ടാകാം. നിങ്ങളെ അകറ്റിയ ഒരാൾ, തെറ്റിദ്ധരിച്ച ഒരാൾ, നിങ്ങളുടെ വില മനസ്സിലാക്കാതെ പോയ ഒരാൾ. ആ ബന്ധം നിങ്ങളെ ഇന്നും വേദനിപ്പിക്കുന്നു. നിങ്ങൾ പുറത്തേക്കത് മറച്ചുവച്ചാലും ഉള്ളിൽ ആ വിഷമം ഇപ്പോഴുമുണ്ട്. ശിവഭഗവാൻ പറയുന്നു, ചില ബന്ധങ്ങൾ തിരിച്ചുവരും. ചിലർ മാപ്പു ചോദിക്കും. ചിലർ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന്റെ വേദന അനുഭവിക്കും. നിങ്ങൾക്കായി അടഞ്ഞ വാതിലുകൾ വീണ്ടും തുറക്കാം. പക്ഷെ ഓർക്കുക, തിരികെ വരുന്നവരെ സ്വീകരിക്കണോ എന്നത് നിങ്ങളുടെ ബുദ്ധിയാൽ തീരുമാനിക്കണം. ഇനി മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക്, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ പഠനത്തിൽ, ജോലിയിൽ, ഭാവിയിൽ ഒരു തടസ്സം നേരിടുന്നുണ്ടാകാം. നിങ്ങൾ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ അവരോടൊന്നും പറയാതെ ദൈവത്തോട് മാത്രം പറയുന്നു, എന്റെ കുഞ്ഞിന്റെ ജീവിതം നന്നാകട്ടെയെന്ന്. അവരുടെ വഴിയിൽ ഞാൻ വെളിച്ചം തുറക്കുന്നു. നീ ആശങ്കപ്പെടുന്ന കാര്യം ഞാൻ കാണുന്നു. അവർ കാത്തിരിക്കുന്ന അവസരമെത്തും. ഒരു പരീക്ഷാഫലം, ഒരു ജോലി, ഒരു അഡ്മിഷൻ, ഒരു വിദേശ അവസരം, ഒരു ഉദ്യോഗ കയറ്റം. എന്തായാലും സന്തോഷവാർത്ത അടുത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചില അടയാളങ്ങൾ കാണാം. ചില നമ്പറുകൾ ആവർത്തിച്ച് കാണുന്നു. പഴയ ആളുകൾ അപ്രതീക്ഷിതമായി ഓർക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും മുന്നിലെത്തുന്നു. ഒരേ വാക്കുകൾ പലരിൽ നിന്നും കേൾക്കുന്നു. മനസ്സിലൊരു അന്യമായ ശാന്തി വരുന്നു. ഇവ യാദൃശ്ചികമല്ല. ചിലപ്പോൾ ദൈവം നേരിട്ട് സംസാരിക്കില്ല, പക്ഷെ അടയാളങ്ങൾ വഴി സംസാരിക്കും. നിന്റെ സമയം ഞാൻ മാറ്റി. നീ കാത്തിരുന്നത് നീണ്ടു. കാരണം ഞാൻ അതിനെ കൂടുതൽ നല്ലതാക്കി ഒരുക്കുകയായിരുന്നു. നിങ്ങൾ ഒരിക്കൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ അതിനുശേഷവും നിങ്ങൾ ദൈവത്തെ മറന്നില്ല. വീണ്ടും വീണ്ടും തിരികെ വന്നു. അതാണ് നിങ്ങളുടെ ശക്തി. ഈ സ്ഥിരതയ്ക്ക് ഫലം കിട്ടും. നിങ്ങളുടെ വീട്ടിൽ ഏറെ നാളായി വിഷമമുണ്ട്. ഒരാളുടെ ആരോഗ്യപ്രശ്നം, സാമ്പത്തിക ബാധ്യത, ജോലിയില്ലായ്മ, ബന്ധങ്ങളിലെ പ്രശ്നം. എന്തായാലും എല്ലാവരും സാധാരണ പോലെ ജീവിച്ചാലും ഉള്ളിൽ ഒരുതരം സമ്മർദ്ദം. എന്നാൽ അത് മാറുന്ന ഘട്ടത്തിലാണ്. വളരെ പെട്ടെന്ന് വീട്ടിലൊരു നല്ല വാർത്ത കേൾക്കും. ഫോൺ വഴിയാകാം, ഒരാളിന്റെ വരവിലൂടെയാകാം, ഒരു സന്ദേശത്തിലൂടെയാകാം. ആദ്യം ചെറിയതായി തോന്നും. പിന്നീട് അതാണ് വലിയ മാറ്റമെന്ന് മനസ്സിലാകും. നിന്റെ ജീവിതം മാറ്റാൻ വലിയ അത്ഭുതം വേണ്ട. ചെറിയൊരു വാതിൽ മതി. ആ വാതിൽ ഞാൻ തുറക്കുന്നു. നിങ്ങൾക്കുള്ള ഒരു വലിയ ആശങ്ക പണവുമായി ബന്ധപ്പെട്ടതാകാം. കടം, ചെലവ്, വീടിന്റെ കാര്യങ്ങൾ, കുടുംബ ബാധ്യത. എത്ര ശ്രമിച്ചാലും കയ്യിൽ നിൽക്കുന്നില്ലെന്ന് തോന്നാം. പക്ഷേ ഒരു തടസ്സപ്പെട്ട പണം കിട്ടാം. പുതിയ അവസരം തുറക്കാം.
ഒരാൾ സഹായിക്കാം. നിങ്ങൾ കരുതാത്ത വഴിയിൽ വരുമാനം തുടങ്ങാം. പ്രധാനമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ വരും. കാരണം ദൈവം ആദ്യം സാഹചര്യങ്ങൾ മാറ്റുന്നതിനു മുമ്പ് മനസ്സു മാറ്റും. നിന്റെ മനസ്സിൽ ഞാൻ സമാധാനം നിറയ്ക്കും. അതിനുശേഷം നീ ശരിയായ വഴി കാണും. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഒരു കാര്യം ചെയ്യുക. ഫോണൊന്നു വെച്ച് കുറച്ചു നിമിഷം ശാന്തമായി ഇരിക്കുക. കണ്ണടയ്ക്കുക. ഒരു ദീർഘശ്വാസമെടുക്കുക. പിന്നെ ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് വേണ്ടതറിയുന്നു, എനിക്ക് ശക്തി തരിക. ഈ ഒരു പ്രാർത്ഥന പോലും നിങ്ങളുടെ ഉള്ളിൽ മാറ്റം സൃഷ്ടിക്കും. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം ചിലപ്പോൾ പുറത്തുള്ള സംഭവമായി വരുന്നതിനു മുമ്പ് ഉള്ളിൽ ധൈര്യമായി വരും. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർക്ക് അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷവാർത്ത ലഭിക്കും. ചിലർക്ക് ഈ മാസം അവസാനിക്കും മുൻപ് വലിയ മാറ്റമുണ്ടാകും. ചിലർക്ക് ഏറെ നാളായി തടസ്സപ്പെട്ട ഒരു കാര്യം നടക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് തോന്നാം, ഇതെനിക്ക് സത്യമായിരിക്കുമോ? അതെ, കാരണം ഈ സന്ദേശം നിങ്ങളെ തേടിയെത്തിയതാണ്. നിങ്ങളിത് കാണേണ്ട സമയത്ത് തന്നെയാണ് കണ്ടത്. നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ഒരാളാണ്. പലപ്പോഴും മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചു. സ്വന്തം വേദന മറച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ടാണ് നിങ്ങളെ ആളുകൾ വില കുറച്ച് കണ്ടതും. പക്ഷേ ദൈവം അങ്ങനെ കാണുന്നില്ല. നിന്റെ നല്ല മനസ്സ് ഞാൻ കണ്ടു. നിനക്കായി ഞാനൊരു പുതിയ തുടക്കമൊരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഭയപ്പെടരുത്. വൈകുന്നു എന്ന് കരുതി നിരാശരാകരുത്. നീണ്ട കാത്തിരിപ്പിന് ശേഷം വരുന്ന സന്തോഷം കൂടുതൽ ആഴമുള്ളതാണ്. ഇന്നു മുതൽ ഓരോ രാവിലെയും എഴുന്നേറ്റപ്പോൾ ഒരു വാക്ക് പറയുക: എന്റെ ജീവിതത്തിൽ നല്ലത് നടക്കുന്നു. ഓരോ രാത്രിയും ഉറങ്ങാൻ മുൻപ് പറയുക: ഓം നമഃശിവായ. ഇതൊരു മന്ത്രം മാത്രമല്ല, സമർപ്പണത്തിന്റെ ശബ്ദമാണ്. മനസ്സിന്റെ ഭാരം ഇറക്കാനുള്ള വഴി കൂടിയാണ്.